നമസ്കാരം. നേടുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ നഷ്ടമാകുമെന്ന ഭയം ഇല്ലാതാകും. ഇത് ആത്മവിശ്വാസമുള്ള സ്ത്രീകളുടെ വേദി റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. ഓക്കെ ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സ്മിന്നു എന്ന് പറഞ്ഞ പേര് ഞാൻ ആദ്യം വിചാരിച്ചു എസ് മിന്നു, അത് അങ്ങനെ സ്മിന്നു സ്മിന്നു എന്നായതാണ്. പക്ഷെ ഭയങ്കര ഒരു വെറൈറ്റി പേരാണല്ലോ. ഈ പേരിന് ആരാ ഈ പേരിട്ടത്? എന്താ അർത്ഥം, എന്തെങ്കിലും അറിയോ? ഒരർത്ഥം അറിയില്ല. ഞാൻ ഇടയ്ക്ക് ഗൂഗിളിൽ കയറി തപ്പാറുണ്ട്. അങ്ങനെ ഒരു പേരില്ല. പേരല്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കൊണ്ട് അല്ല കിട്ടാറുണ്ട്, ഏതാണ്ടൊക്കെയോ കിട്ടും. പിന്നെ അത് മിന്നു എന്നുള്ള പേര് ഇട്ടത് ആരാ, അച്ഛനാണോ അതെ അമ്മ? അല്ല, പപ്പാടെ പെങ്ങന്മാരാണ്. അവര് പൂനെയിലാണ് രണ്ടുപേരും. അവിടുന്ന് തപ്പിപ്പിടിച്ച പേര് ഞാൻ തന്നെ. എനിക്ക് തോന്നുന്നു ഹിന്ദിയിലുള്ള വേറെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞപ്പോ അതിങ്ങനെ ആയി പോയതാണ്. ഒന്നും അറിയില്ല. ഞാൻ തന്നെ എനിക്കൊന്ന് 3ാം ക്ലാസ്സിലോ 3 പഠിക്കുമ്പോഴാണ് ഞാൻ എന്റെ പേര് നേരം. അതിന്റെ സന്തോഷം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതിനു മുമ്പ് ഫിനു മിനു എന്നൊക്കെയാ പറഞ്ഞു. കാരണം ഒന്നാമതേ പല്ലൊക്കെ പുഴുതിന്ന പല്ലുകളൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ പൊഴിഞ്ഞു വന്ന സമയത്ത് ഈ സ്മീ വരുമ്പോ തന്നെ ഇറങ്ങു പോകും. എന്റെ മമ്മിയുടെ അനിയത്തിമാരൊക്കെ എന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ടല്ലോ വിളക്ക് കത്തിക്കുക. അന്നൊക്കെ മണ്ണെണ്ണ വിളക്കൊക്കെ മമ്മിയുടെ. അപ്പം അവിടെ ഇരുത്തിയിട്ട് എന്റെ പേര് പറയിപ്പിക്കും. അപ്പം ഞാൻ ഫിനു എന്ന് പറയുമ്പോൾ വിളക്ക് വിടും. അതൊരു ഗെയിമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ. അവസാനം ഇപ്പം തന്നെ ഞാൻ എത്ര പേരെ പഠിപ്പിക്കുമെന്നറിയാവോ? സ്മിനു. പക്ഷെ എളുപ്പമാണ്. സ്മിത എന്ന് പറയുന്നത് പോലെ എന്നെ പറഞ്ഞാൽ മതി. സ്മി താഴെ അവിടെ ന്യൂ ചേർത്താ അല്ല സ്മി താഴെ ആ താഴെ അവിടെ ന്യൂ ചേർത്താൽ മാത്രം മതി. പക്ഷെ ആർക്കും അങ്ങോട്ടത് വരെ എപ്പോഴും ചോദിച്ചിട്ട് ഇങ്ങനെ പഠിക്കുമെന്ന് മറ്റേ കൊണ്ട് ദൂരക്കളോട് എന്റെ പേര് എന്നൊക്കെ പറഞ്ഞ്. കുഞ്ഞു പേരാണെങ്കിലും പെട്ടെന്ന് ആൾക്കാര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പേരാണ് സിനിമയിൽ. എനിക്ക് തോന്നുന്നു എല്ലാവരും എന്റെ പേര് അവർക്കും അറിയില്ല. അന്നേച്ചി എന്നുള്ള പേരിൽ ഇപ്പോഴും എല്ലാവരും ആ ക്യാരക്ടറിന്റെ പേരാണ് കിട്ടിയോളണ്ടമല്ല അന്നേച്ചി. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും വിളിക്കുന്നത്. അതന്നെ. ഇപ്പം സ്മിന്നു ഇല്ലെങ്കിൽ അന്നേച്ചി എന്നുള്ള പേരില് ഹാപ്പിയാണ്. അല്ല, എനിക്ക് ഓൾറെഡി ആ പേരുണ്ട്, മാമൂദിസ അന്നമ്മ. മാമൂദിസ പേര് അന്നമ്മ. അപ്പൊ കുഴപ്പമില്ല, ടാലിയായി. ആൻഡ് വേറൊരു പേരും കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഓലഞ്ഞാലി എന്ന് എല്ലാവരും വിളിക്കുന്നു കേട്ടു. പറഞ്ഞ് അതേ ഞാൻ ആങ്കർ എന്ന് പറഞ്ഞിരിക്കണേ, റിസർച്ചിന്റെ ഉസ്താദാണ് ഞാൻ. അങ്ങനില്ല, പണ്ട് ചെറുപ്പത്തിൽ ഈ എന്നെ കണിയാഞ്ഞാലി എന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. എന്റെ വീട്ടുപേര്. അപ്പൊ ഇങ്ങനെ ഒച്ചെടുത്ത് ഇതേപോലെ തന്നെ ചെറുപ്പം തൊട്ട് എന്നെ ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയുന്ന എന്റെ ക്യാരക്ടർ വെച്ച സ്വഭാവത്തിന് മാറ്റം. വർത്താനം പറയുന്നു അന്നിങ്ങനെ അതഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് ഈ ബഹളി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചും ബഹളം എടുത്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ ഒലഞ്ഞാലി നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ എന്നെ ഇങ്ങനെ എടുത്തോണ്ട് ആ പിള്ളേർ അവരൊക്കെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഓലഞ്ഞാലി. ചേച്ചിക്ക് വേറെ വല്ല പേരുകളുണ്ടോ? ഈ സ്മിനു, അന്ന അല്ലെങ്കിൽ ഓലഞ്ഞാലി എന്നല്ലാണ്ട് വേറെ ആൾക്കാര്, കൂട്ടുകാര്? ഹസ്ബൻഡ് സ്നേഹത്തോടെ എന്താ വിളിക്കുക? ഒന്നും വിളിക്കൂല. സ്നേഹത്തോടല്ല, ദേഷ്യത്തോടെ എന്ത് വിളിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരങ്ങളുണ്ട്. എനിക്ക് എന്റെ പേര് വിളിക്കും. ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവരെന്നെ പേര് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ എടീന്നൊക്കെ അല്ലാത്ത ചിലവരെന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതങ്ങനെയാണല്ലോ. അതായത് നമുക്ക് ഭയങ്കര അടുപ്പമുള്ളവര് എനിക്ക് തോന്നുന്നു എന്നെ ഹസ്ബൻഡ് 3 പ്രാവശ്യം എന്നെ ഇതുവരെ ജാനുവരി 22 ഇനി 25 വർഷവും കല്യാണം കഴിഞ്ഞിട്ട്. 25 വർഷത്തിനുള്ളിൽ താങ്ക് യു 3 പ്രാവശ്യം എന്റെ പേര് വിളിച്ചിട്ടുള്ളൂ. കാരണം അറിയാണ്ട് വിളിച്ച് എനിക്ക് ഭയങ്കര ഇതാ. അത് ശരി. അല്ലാത്തപ്പോ സ്നേഹത്തോടെ ഒന്നും വിളിക്കില്ല, മോളെ, എന്തേലൊക്കെ അങ്ങപ്പുറം വരുമായിരിക്കും. അത് കാരണം വിളിച്ചു പോവും. എന്റെ സ്വഭാവം അതാണ്. ചേച്ചി അല്ല, പുള്ളിയെ കുറ്റം പറയാൻ പറ്റൂല. വിളിച്ചു പോവും, അതാണ് അതിന്റെ അവസ്ഥ. ആൻഡ് ഈ സ്പോർട്സ് എന്ന് പറയുന്ന സംഭവം നിർത്താനായിട്ട് കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം നിർത്തിയതാണോ, അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം? ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും തന്നെ ആയിരുന്നു കല്യാണം. പിന്നെ ഞങ്ങൾ 3 പെണ്ണും ഒരാണുമാണ്. നേരത്തെ തന്നെ എൻ്റെ 18 കഴിഞ്ഞ് 19ാമത്തെ വയസ്സ് തന്നെ വിവാഹം കഴിഞ്ഞു. ഇപ്പം മരിച്ചും പോയി. അപ്പം 3 പെണ്ണ്. പപ്പ എപ്പോഴും പറഞ്ഞൊരു റീസൺ എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും 10 വയസ്സിന് ഇളയതാണ് ആങ്ങള. ഒരു ആന്തരി പപ്പായ്ക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ അറ്റാക്ക് 2 പ്രാവശ്യം വന്നായിരുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ കുടുംബത്ത് മൂത്തതെന്നൊരു വേണമെന്നും പറഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതുപോലെ
ഒന്ന് സ്പോർട്സ് പ്ലാൻഡ് ആയിരുന്നില്ല, അതങ്ങനെ ഒന്ന് അങ്ങനെ എന്തോ ഞാനില്ല. അന്നത്തെ കാലത്തൊന്നും നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് പോകാന്നുള്ളതല്ലാതെ ജീവിതത്തെ പറ്റി ഒന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അങ്ങനൊന്നും അല്ല. അങ്ങ് ജീവിതത്തിനനുസരിച്ച് പോവുക, വരുന്നത് വഴി വെച്ച് കാണുക, നാളെ കുറിച്ച് ചിന്തിക്കാറില്ല, കഴിഞ്ഞതിനെ പറ്റിയും ചിന്തിക്കാറില്ല. ഇന്നത്തെ ദിവസം അതേ ഉള്ളൂ, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ചേച്ചി യാദർശികമായിട്ട് സ്പോർട്സ് ഒരു ബ്രേക്ക് എടുത്തു. ഇനി ചിലപ്പോൾ ജീവിതത്തിൽ വീണ്ടും സ്പോർട്സിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യം കിട്ടും, അല്ലെങ്കിൽ ഒരു സ്പോർട്സുകാരിയായിട്ട് ഒരു ക്യാരക്ടർ ഒരു ഭാഗ്യം തരും എന്നുള്ളതാണ്. ഒരു പ്രിയനോട്ടത്തിലാണ് എന്ന സിനിമയിൽ ഒരു ഓടുന്ന സീനുണ്ട്, അതിനകത്താണ് ആകപ്പാട് എന്റെ സർവ്വ ഇതും എടുത്ത് ഞാൻ ഇനി അതിനേക്കാളും ഗംഭീരമായിട്ട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റട്ടെ അല്ലേ. പിന്നെ നമ്മൾ ഒരുപാട് സംസാരത്തിന്റെ ഇടയിൽ അച്ഛനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും, അതായത് അച്ഛൻ 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 എന്ന് പല പ്രാവശ്യം പപ്പ പപ്പ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പപ്പയുടെ പേര് എന്താണ്? പപ്പയുടെ പേര് തമ്പിച്ചൻ. ഞങ്ങൾക്ക് വാഴക്കുള്ളയുടെ ബിസിനസ് ആയിരുന്നു പപ്പായ്ക്ക്. മാർക്കറ്റിൽ അവിടെ തമ്പിച്ചൻ എന്ന് പറയും, അമ്പിച്ചൻ എന്ന് വിളിക്കും, പല പേരുകളാണ് നിങ്ങളുടെ വീട്ടിൽ. അതായത് താഴെ ആ ഒരു വ്യത്യാസം മനസ്സിലായി. തമ്പിച്ചൻ, അമ്പിച്ചൻ, പിന്നെ പപ്പയുടെ ഇതുവരെ ദേവസ്യ ജോസഫ്. തമ്പിച്ചൻ തമ്പിച്ചാന്റെ മോളെന്ന് പറയുന്നതാണ് ഇന്നും എന്റെ അഭിമാനം. അപ്പൊ ആ പപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോളായിരുന്നു അല്ലെ, മൂത്ത മകളായിരുന്നു. അതെ, എന്റെ അനിയന്മാരൊക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്തുണ്ടെങ്കിലും ഇപ്പം ഒരു തുണി എടുക്കാൻ പോയാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, ഈസ്റ്റർ, സ്കൂള് തുറപ്പ്, ഓണം, ഇത് ഈ നാലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ഡ്രസ്സ് എടുക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ അന്നൊക്കെ ഒരു ഓണം വരുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. ഇന്നൊന്നും അതിനൊരു പുതുമയില്ല. ക്രിസ്മസിനും പുതുമയില്ല, കാരണം നമ്മുടെ തലേദിവസവും പാലപ്പവും ചിക്കനും ആയിരിക്കും കഴിച്ചത്. അപ്പം 4 പ്രാവശ്യമാണ് എനിക്ക് തോന്നുന്നത്. സ്കൂൾ തുറക്കയ്ക്ക്, ക്രിസ്മസിന്, ഈസ്റ്ററും സ്കൂൾ തുറക്കയും കൂടെ ഒന്നിച്ചായിരിക്കും മിക്കപ്പോഴും. ഒരു 3 പ്രാവശ്യമായിരിക്കും ഡ്രസ്സ് എടുപ്പ്. ആ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും അവൾമാർക്ക് ഒരെണ്ണം എടുക്കുമ്പം എനിക്ക് 2 എടുക്കും. എനിക്ക് 2 എടുക്കുന്നതിൽ ഒരെണ്ണത്തിന്റെ വിലയായിരിക്കും ചിലപ്പോൾ അവൾമാർക്ക് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ എന്നെ കയറി. പിന്നെ ഏതെങ്കിലും സിനിമ നടിമാരൊക്കെ കാണുമ്പോൾ എന്റെ മൊക്ക ഷേപ്പില്ലേ, എന്റെ അതും പറഞ്ഞ് എപ്പോഴും കളിയാക്കാൻ. അപ്പൊ അങ്ങനെ ആ പപ്പയെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിൽ ഏറ്റവും ഒരു സന്തോഷം തരുന്ന ഒരു എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡും മക്കളൊന്നുമല്ല, എൻ്റെ ഉള്ളോട് എൻ്റെ പപ്പായാണ്. ഇന്നും പപ്പ എൻ്റെ പ്രസൻസ് ആണ് എന്നെ ഇന്ന് ഇവിടെ ഇരുത്തിയേക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാവിലെ വെളുപ്പിന് എണ്ണീറ്റ് പോകുന്ന പപ്പായെ കാണാൻ ഞങ്ങൾ രാത്രി ഉണർന്നിരുന്നിട്ടുണ്ട്. അന്ന് വരും പപ്പാടയിൽ എപ്പോഴും എന്തെങ്കിലും എപ്പോഴും ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ അങ്ങനെയൊക്കെ എപ്പോഴും കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ പപ്പ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവേ, എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നാ സുന്ദരന പപ്പായെ, അയ്യോ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ പപ്പ വീഴും. അങ്ങനെ അങ്ങ് ഇഷ്ടം പോലെ സാധനം. പക്ഷെ ഞങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ പപ്പയ്ക്ക് ഇത്തിരി അനുസരിക്കുക എന്നുള്ളത് ഞാൻ പറയുമ്പോൾ പപ്പ കേൾക്കും. അപ്പോൾ പപ്പ എന്തെങ്കിലും കേൾക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഇവൾമാർ എന്നെ വിളിച്ചിട്ട് പറയും, 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ അപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയും, പപ്പ ഒന്ന് വഴക്ക് പറയാൻ പറയുവേ. അപ്പം സ്നേഹത്തോടെ വഴക്ക് പറയുന്നതാണ്. പെട്ടെന്ന് പപ്പ പോവെന്ന് ഓർത്തില്ല, പപ്പ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയല്ല വഴക്ക് പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷത്തെക്കാൾ കൂടെ സങ്കടം, പപ്പ എന്നെ മരിക്കുന്നതിൻ്റെ തലേദിവസം കുട്ടികളെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പപ്പാട് പറഞ്ഞു, പപ്പ ഞാൻ രാവിലെ എത്താമെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ വെളുപ്പിന് 5 മണിയായപ്പോൾ ഫോൺ വന്നു. എനിക്ക് ഹസ്ബൻഡിന് ഫോൺ വന്നു. ഞാൻ ചാടി എന്നെ വെച്ചാൽ പപ്പയ്ക്ക് വല്ലതും പറ്റുമെന്ന് എന്താ പറയുക, ഉള്ളിലൊരു തോന്നല്. പപ്പ അന്നേരം പപ്പ മരിച്ചതിൻ്റെ അപ്പൊ ആഗ്രഹിച്ചിട്ട് കുട്ടികളെ കാണിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടമാണ്. കാരണം അതുമായി പിന്നെ ഞാൻ ആർക്ക് എന്തൊരാവശ്യം വന്നാലും പിന്നത്തേക്ക് ഒന്നും വെക്കൂല. ചിലപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്നാൽ പപ്പായ്ക്ക് ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ആശുപത്രി മരിക്കില്ലായിരുന്നു. അത് ഞാൻ എന്നെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. പറ്റുമായിരുന്നു അങ്ങനെ കിട്ടിയതിന്. എൻ്റെ കയ്യിൽ സമ്പാദ്യം എന്ന് പറയാൻ പപ്പാടെ എൻ്റെ കല്യാണം പപ്പ നല്ലതായിട്ട്, എൻ്റെ ആദ്യ കുർബാന ഭയങ്കര ഗ്രാൻഡായിരുന്നു. എൻ്റെ കല്യാണം, എൻ്റെ മനസ്സമ്മതം, എൻ്റെ കയറി താമസം, എൻ്റെ എല്ലാത്തിനും ഒരു കുറവില്ലാതെ പപ്പ. ഇന്ന് എൻ്റെ കയ്യിൽ സ്വർണ്ണത്തിനകത്തൊരു വലിയൊരു ഡപ്പയുണ്ട്. ആ സ്വർണ്ണം എല്ലായിടത്തും ഞാൻ മാറ്റിയിട്ട് ഞാൻ അതിനകത്ത് വെച്ചിരിക്കുന്നത്. പപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ഓടി ചെന്നപ്പോഴത്തേക്ക് പപ്പായെ വിളിച്ച് കരഞ്ഞപ്പം പപ്പയുടെ മൂക്കിൽ നിന്ന് കുറേ ബ്ലഡ് വന്നു. ഇട്ട് ഒലച്ചപ്പോഴേ അപ്പം എൻ്റെ ഷോള് ചുരിദാറിലെല്ലാം വീണിട്ടുണ്ട്. അത് ഇന്ന് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ സ്വർണ്ണപ്പെട്ടിക്കകത്ത് വെച്ചത്. പിന്നെ പപ്പാടെ ചെരുപ്പ്, ആ പപ്പാടെ കാലിൻ്റെ പാട് വന്ന ചെരുപ്പ്, പിന്നെ ഈ മുഖം തൊപ്പിക്കൊണ്ടിരുന്ന തുണിയില്ലേ, ഇത് 3ആണ് ഇന്ന് ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന എൻ്റെ സ്വർണ്ണപ്പെട്ടിയിലിരിക്കുന്നത്. എൻ്റെ പപ്പാടെ ആ ഒരു സാധനമാണ്. എന്തായാലും ഒരുപാട് കഥകൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ചേച്ചിയുടെ ഈ ഒരു അച്ഛൻ മകൾ ആ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച് കേട്ട് പറയാണ്ട് എൻ്റെ മനസ്സിലും ഒരു ചെറിയൊരു സങ്കടം. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പപ്പായെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലൊരു രൂപമൊക്കെ ഇങ്ങനെ വരുന്നു. എല്ലാം കാണുന്നുണ്ടാവും, എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ടാവും. ഇപ്പൊ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും ആ ഒരു സോള്. എന്തായാലും നമ്മുടെ അടുത്ത് ആ ഒരു വിശേഷം
പങ്കുവെക്കാനുണ്ടായ ഒരു മനസ്സ്, അതും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ പെർഫോമറെ വിളിക്കാം അല്ലേ? ഇന്നത്തെ കണ്ടസ്റ്റന്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരാളല്ല, ആക്ച്വലി ഇന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ വരുന്നത് 2 സിസ്റ്റേഴ്സ് ആണ്. നിങ്ങൾ കുറെ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇവരും ഭയങ്കര സ്നേഹമുള്ള സിസ്റ്റേഴ്സ് ആണ്. പന്തളം സിസ്റ്റേഴ്സ് എന്നാണ് ഇവരുടെ പേര് തന്നെ. ഞങ്ങളുടെ സ്നേഹം അടി ഉണ്ടാക്കി. എന്തായാലും ഈ പന്തളം സിസ്റ്റേഴ്സിന്റെ സ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് ഇവര് വരുമ്പോ ചോദിച്ചറിയാം. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി ആൻഡ് സ്വാഗതം. അശ്വതി, ആവണി, ഇതിൽ ആരാണ് അശ്വതി, ആരാണ് ആവണി? ഞാൻ അശ്വതി. അശ്വതി, ആവണി. ഓക്കെ, അപ്പൊ ഇതാണ് പന്തളം സിസ്റ്റേഴ്സ്, അങ്ങനെയാണ് ഇവർ അറിയപ്പെടുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു പേര് കിട്ടാൻ കാരണം നിങ്ങൾ ഒരുപാട് പെർഫോമൻസുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആളുകൾ ഇട്ട് തന്ന പേരാണോ? ഞങ്ങള് കൂടുതലും രണ്ടുപേരോട് ഒരുമിച്ചാണ് പാട്ട് പാടാറുള്ളത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവര് തന്നെ അനൗൺസ് ചെയ്യും പന്തളം സിസ്റ്റേഴ്സ് എന്ന്. അപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പേരാണ്. ആൻഡ് ഒരാള് തബലയും ഒരാള് പാട്ടും, അങ്ങനെയാണ് ഇവർ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? അത് ഇതിനു മുമ്പ് ഒരുപാട് സ്റ്റേജിൽ ചെയ്ത പെർഫോമൻസുകളാണോ ഈ തബല മ്യൂസിക് കോംബോ? തബല മ്യൂസിക് കോംബോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു മെയിൻ പ്രോഗ്രാം ആയിട്ട് ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഈ റെഡ് കാർപ്പറ്റിലാണ് ചെയ്യുന്നത്. ഓ, താങ്ക് യു. അടിപൊളി. നിങ്ങൾ പാട്ടുകളാണ് ഒരുമിച്ച് പാടുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് വേണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു 2 പേര് പാട്ട് റെഡി? തീർച്ചയായും. യെസ്. செல 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 ரெட்டை கிழவி தக ஜக 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 ரெட்டை கிழவி உண்களோ தமிழில் உண்களோ பிரித்து வைத்தால் நாயும் இல்லை பிரித்து பார்த்தால் பொருளும் இல்லை ரெண்டல்லோ ரெண்டும் ஒன்றல்லோ தினக்கு தினக்கு தினதில்லில்ல நான் நகர்தானே நுகர்தானே தினகும் தினக்கு தினக்கு தினதில்லில்ல நான் நகர்தானே நுகர்தானே தினகும் இரவும் பகலும் வந்தாலும் நாள் என்பது உண்டல்லோ கால்கள் இரண்டு ரெண்டாலும் பயணம் என்பது உண்டல்லோ இதயம் இரண்டு கொண்டாலும் காதல் என்பது ஒன்றல்லோ கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை கண்ணோடு மணியானா எதனால் கண்ணை விட்டு பிரிவதில்லை என்னை விட்டு பிரிவதில்லை தக்கர் 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 திம் தக்கர் 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 திம் தக்கர் 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 திம் தகஜம் தக்கர் 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 திம் தக்கர் 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 திம் தக்கர் 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 திம் தகஜம். ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ഒരു ഉള്ളിലൊരു എനർജി വരികയാണ്. നല്ല നല്ല വോയിസ് ആണ് നിങ്ങൾ രണ്ടുപേരും, അതിങ്ങനെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ആൻഡ് ആവണി എന്തോ വളരെ ചെറിയ പ്രായത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങി എന്നൊക്കെ കേട്ടു. അത് ആക്ച്വലി ഞാനല്ല തുടങ്ങിയത്, അച്ഛൻ നല്ലൊരു തബലിസ്റ്റ് ആണ്. അപ്പം അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ 10 വർഷം മുന്നേ അച്ഛനൊരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ അത് ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ ആൾ ആരാണ്? അച്ഛൻ. അങ്ങനെ അച്ഛനാണ് മെയിൻ സപ്പോർട്ട്. ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, 3 പേരും കൂടി കൊണ്ടുപോകും. അപ്പൊ അവിടെ എല്ലാം പഠിപ്പിക്കുമോ? അതായത് പാട്ട്, മൃദംഗം, എല്ലാ ഇൻസ്ട്രുമെന്റ്സും വോക്കൽ എല്ലാം ഉണ്ട്. പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളും പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം എല്ലാത്തിനും ഓരോ ടീച്ചേഴ്സ് ആയിരുന്നു ഉള്ളത്. പിന്നെ ഇപ്പൊ കോവിഡിന് ശേഷം ഇപ്പം എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ അശ്വതിയും ക്ലാസ് എടുക്കുന്നുണ്ട്. ശരി, എന്തായാലും നമുക്ക് ഇവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ പരിചയപ്പെടാം. അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും വന്നിരിക്കുന്ന എല്ലാവരും പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ചേട്ടാ, പേര്? എന്റെ പേര് അജികുമാർ. അജികുമാർ. ആവണി എന്നാ എന്നെ അറിയപ്പെടുന്നത്, മോടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു വലിയൊരു ഭാഗ്യാണ് അല്ലേ, മകളുടെ പേരിൽ അറിയപ്പെടുക. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, തബല ആർട്ടിസ്റ്റൂടാണ്. അപ്പൊ പ്രോഗ്രാമിന് പോയിട്ട് ഒരു ദിവസം വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടുണ്ട്, ലാൽ കൃഷ്ണ. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. ചെറുപ്പത്തിലെ തൊട്ടേ ദാസേട്ടനെ കൊണ്ട് വരെ ആൽബം ചെയ്യിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു,
അജിയണ്ണൻ തബല അറിയത്തില്ലേ, 4 പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. ആഹാ. അപ്പൊ അങ്ങനെയാണ് ഈ മ്യൂസിക് അക്കാഡമി ഇങ്ങനെ നന്നായി പോകുന്നത്. ഇത്രയാണ്. അപ്പൊ എന്തായാലും അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എൻ്റെ അല്ല, നമ്മുടെ സ്ഥാപനത്തില് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റാണ്, തബല ആർട്ടിസ്റ്റാണ്. മൈക്ക് കൊടുത്തോളൂ, പേര് പറഞ്ഞോളൂ. ഫാമിലി ഫ്രണ്ടോട് കൂടിയാണ്. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് വിജയകുമാർ, പന്തളം വിജയകുമാർ എന്നാണ് എൻ്റെ നിക്ക് നെയിം. അത് ശരി. ഞാൻ ഒരു കലാകുടുംബത്തിൽ തന്നെ, അച്ഛൻ ആർട്ടിസ്റ്റ്, മൃദംഗിസ്റ്റ് എന്ന നിലയിലൊക്കെയുള്ള പന്തളം രാവദാസ് എന്ന് അറിയപ്പെടുന്ന ഒരാളായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. 35-36 വർഷം കഴിഞ്ഞു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഈ രംഗത്തേക്ക് വരികയും മാവേലിക്കര രവേർമയിൽ നിന്ന് ഞാൻ ചിത്രകലയിൽ ഡിപ്ലോമ കഴിയുകയും ഞാൻ പിന്നെ സ്കൂൾ സർവീസിൽ, ഗവൺമെൻറ് സ്കൂളിൽ പ്രവേശിക്കുകയും 84 സർവീസിൽ പ്രവേശിക്കുന്നത്. സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് മേക്കപ്പ് വീണ്ടും ആ ഫീൽഡിലോട്ട് വരെ. ഞാൻ ഇവിടെയാണ് എൻ്റെ ഒരു ഗ്രഹം, എൻ്റെ കുടുംബം. അമൃത TV ആണ്. ഒരുപാട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേര്? എൻ്റെ പേര് ഷീജ. ഷീജ. അപ്പം ചേച്ചി ഹൗസ് വൈഫ് ആണോ? അതെ. അപ്പം അച്ഛനും 2 മക്കളും ഇവര് ഒരു കലാകുടുംബമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് 3 പേരും അതങ്ങ് ഏറ്റെടുത്ത് ഗംഭീരമാക്കും അല്ലേ? പാട്ടും തബലയും ഒക്കെ ആയിട്ട്. ചേച്ചിക്ക് ഇതിലൊക്കെ ഇഷ്ടമാണ്, ഇതൊക്കെ നോക്കി നടത്താനും അതിന്റെ പുറകെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പാട്ട് പാടുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ടൊന്നും പാടത്തില്ല, അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. ആ ഒരു മെന്റൽ സപ്പോർട്ടാണ് അമ്മയിൽ നിന്ന് കിട്ടത്. എന്തായാലും താങ്ക് യു. എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് അശ്വതിയും ആവണിയും, അവർ 2 പേർക്കും നല്ലൊരു ഫാമിലി, ഗുരുക്കന്മാർ, അവരുടെ എല്ലാവരും സപ്പോർട്ടിൽ അവർ നേടിയെടുത്ത ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്. ആ ഒരു യാത്രയിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കത് കാണാം. मुझको इतना लगाए कोई, कैसे तुझसे दिल ना लगाए कोई, रब्बा ने तुझको बनाने में कर दी है हुस्न की हालदी जो दिया, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां, केसरिया तेरा इश्क है पिया, रंग जाओ जो मैं तेरे बना, बिन बिंद सारा तेरी फिक्र में, रेन सारी तेरी रेनू बना, केसरिया तेरा इश्क है पिया,
केसरिया तेरा इश्क है पिया, इश्क है पिया, केसरिया। അതായത് നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. തബലയും ഈ ഒരു പാട്ടും കൂടി മിക്സ് ചെയ്ത് കേൾക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷനിൽ ഈ പാട്ട് കേൾക്കുന്നത്. ചേച്ചി എന്ത് തോന്നുന്നു പെർഫോമൻസ് കണ്ടിട്ട്? വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലേ, അതൊക്കെ സിനിമയിലൊക്കെ വരട്ടെ. സൂപ്പർ. അപ്പൊ എന്തായാലും ഈ ഒരു തബല ആൻഡ് നിങ്ങളുടെ ഈ വോക്കൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റിലാണ് ആദ്യമായിട്ട് ഒരു ഫുൾ ഫ്ലെജ്ഡ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കോംബോ ഭയങ്കര ഹിറ്റ് ആവട്ടെ. ഒത്തിരി പെർഫോമൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. കാരണം കുറെ നല്ല നല്ല പാട്ടുകൾ ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ നല്ല പാട്ടുകളുണ്ട്. തബലയും പാട്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പൊ ഈ പന്തളം സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു ട്രൂപ്പ്, അതുപോലെ തന്നെ അച്ഛനെയും ഒക്കെ ലോകം മുഴുവനും എല്ലാവരും അറിയട്ടെ. തബല പഠിപ്പിക്കുന്നത് പന്തളം ബാബു സാറാണ്, ഡ്രംസ് പഠിപ്പിക്കുന്നത് ജോബൻ സമുദ്ര. അവരെയൊക്കെ ഈ ടൈമിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പാട്ട് തുടങ്ങുന്നത് പന്തളം പ്രദീപ് സാറിന്റെ അടുത്താണ്. ഇത്രയും പേരുടെ എല്ലാ ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു സ്നേഹ സമ്മാനം ഉണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. ചേച്ചി നിങ്ങൾക്ക് അത് തരും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. അവരെ ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ നല്ലൊരു എപ്പിസോഡായിരിക്കും ഇതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ചേർന്ന് പ്രേക്ഷകരോട് ഒരു ടാറ്റ ബൈ ബൈ പറയാം. Take care and bye-bye. This is Red Carpet. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.